കിടിലം പടം. പെപ്പ നാടൻ നല്ലൊക്കെ വിട്ട് ഇപ്പൊ ഇന്റർനാഷണൽ സാധനം കയറി പിടിച്ചിരിക്കുക. ഇന്റർനാഷണൽ ബോക്സിംഗ് കിടിലം ബോക്സിംഗ് ആട്ടോ, ഒരു രക്ഷയില്ല. ആ ബോക്സറായിട്ട് ആ ചേട്ടനൊക്കെ പൊളിയാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളി അടിപൊളി പൊളിയാണ്. ഒറിജിനൽ ബോക്സിംഗ് ആണെന്നുള്ളതുകൊണ്ട് കിടിലായിട്ട് സാധനമുണ്ട്. പെപ്പയൊക്കെ വെയിറ്റ് ഒക്കെ കുറച്ച് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലിജോയൊക്കെ ഇല്ലേ നായികയായിട്ട് വന്നേ, അവർക്ക് നല്ല പെർഫോമൻസ് ആണ്. ആ കൊച്ചു അടിപൊളി പെർഫോമൻസ്, എല്ലാം പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല ഫാമിലി ഭയങ്കര ഉണ്ടായിട്ടോ പടമാണ്. ബോക്സിംഗ് ഒക്കെ വേറെ ലെവലോട്ടോ, കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ഒക്കെയാണ്. ഷോട്ടൊക്കെ അടിപൊളി ഷോട്ടൊക്കെയാണ്, പറയാനൊന്നുമില്ല. പെപ്പ അടിച്ച് ചേർത്ത് കൂട്ടത്തിൽ ആ ബോക്സിംഗ് ആണ്. ചേട്ടൻ്റെ പേരെനിക്കറിയത്തില്ല. ആ ബോക്സിംഗ് ചേട്ടന് കിടിലം ബോക്സിംഗ് ആണ്, കിടിലം പടമാണ്. ദാവീദ് പൊളിച്ചടുക്കി, അതല്ല നമ്മളെ കോസ്റ്റ്യൂമിലൊക്കെ വന്നിട്ട് ദാവീദ് സ്നേഹിച്ച് വന്ന് പൊളിപ്പടം ഒന്ന് നോക്കട്ടെ. പെപ്പ കീജയ് പൊളി തകർത്ത് പെപ്പ കീജയ്. കിൻഡലൊക്കെ ഇടിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒട്ടും ലാഗില്ലാതെ അടിപൊളിയായിട്ട് കൊണ്ടുപോയൊരു മൂവി. വളരെ ഫാമിലി ടച്ചിങ്ങും കോമഡിയും ഫൈറ്റും എല്ലാം നിറഞ്ഞ അടിപൊളി. പെപ്പയുടെ നല്ല സൂപ്പർ, നല്ല കിൻഡലണക്കിന് ഇടിയാണ് പെപ്പയുടെ. ആക്ഷൻ നല്ല സൂപ്പർ, നല്ല കിൻഡലണക്കിന് ഇടിയെന്ന് പറഞ്ഞില്ലേ, ഒരു രക്ഷയില്ല. നമുക്കൊരു ത്രില്ലിംഗ് ആണ്, വളരെ എന്താ പറയുക, നല്ല ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ആ ഒരു ഒരു പ്രത്യേക വൈബാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചിങ് മൂവി, അതിലപ്പുറം ഒന്നും പറയാനില്ല. പെപ്പയുടെ വേറെ ലെവൽ ഇടിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ പടം, അടിയും പിന്നെ ക്ലൈമാക്സ് പൊളിച്ച് ഒരു രക്ഷ.